ഈയിടെയായിട്ട് എനിക്ക് ഇൻബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ സിമിലർ ആണ്. അതിൻ്റെ ഒരു ടോണ് മാത്രം വ്യത്യാസം ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം. കുറേ പേര് ജഡ്ജ്മെൻ്റലായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. കുറച്ച് പേര് എന്തായി എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും ചോദിക്കുന്നു. എന്തായാലും എൻ്റെ സൈഡിൽ നിന്നുള്ള ആൻസർ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടും അത് പറയാൻ എനിക്ക് പേഴ്സണലി നല്ല കാര്യമല്ലാത്തത് കൊണ്ടും എനിക്കത് ഷെയർ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ലൈഫിലൊരു നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യും. മോശം കാര്യം എപ്പോഴും എപ്പോഴും പറയണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എങ്കിൽ പോലും അത്യാവശ്യം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എന്തായാലും ലൈഫ് പോസിറ്റീവായി പോകുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് ആൻസർ പറയാനുള്ള ആളുടെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ആൾക്ക് ആൻസർ പറയാൻ. പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ലൈഫ് അങ്ങനെയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഉണ്ടായി എന്ന് വരില്ല. ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ പറയണം തോന്നി. എസ്പെഷ്യലി ഇന്ന് വന്ന മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾ ഹാപ്പി അല്ല, അതുകൊണ്ട് തന്നെ നീയും അതേ സിറ്റുവേഷനിൽ ഹാപ്പി ആവാണ്ടിരിക്കണം എന്ന് നിർബന്ധമുള്ള പോലൊരു തോന്നൽ. എന്തായാലും ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട്